എസ്എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ ജോയ് മാത്യു. ഹോസ്റ്റൽ മുറിയുടെ ചുവരിൽ ചെ ഗവാരയുടെ ചിത്രം വെച്ചതുകൊണ്ടോ ആ ചിത്രമുള്ള കുപ്പായമിട്ടതുകൊണ്ടോ അത് ആലേഖനം ചെയ്ത കൊടി വീശിയതുകൊണ്ടോ വിപ്ലവകാരികളായി എന്ന് ധരിച്ചുപോയ ഒരു വിദ്യാർത്ഥി സംഘടന നമ്മുടെ രാജ്യത്തുണ്ട്. അർജന്റീനക്കാരനായ ചെ ഗവാര ജനിച്ചത് ക്യൂബയിലാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളും അവർക്കുണ്ട്. എന്നാൽ നേരാവണ്ണം പഠിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ് ചെ ഗവാര എന്നും നിലവിലെ സാമൂഹിക വ്യവസ്ഥയിലെ പുഴുക്കുത്തുകളെ തുടച്ചു നീക്കലാണ് ശരിയായ ആതുര ശുശ്രൂഷയെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതം അതിനായി സമർപ്പിച്ച മനുഷ്യനാണ് അദ്ദേഹമെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ആരുമില്ലാതെ പോയി. ഇങ്ങനെയാണ് കേരളത്തിലെ SFIക്കാരെ കുറിച്ച് ജോയ് മാത്യു കുറിച്ചിരിക്കുന്നത്. സഹപാഠിയായ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തി മരണത്തിലേക്ക് തള്ളുന്നതും ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പലിന്റെ ശവസംസ്കാരം നടത്തുന്നതും തുടങ്ങി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചതും വിപ്ലവമാണെന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് ചില തലതൊട്ടപ്പന്മാരുണ്ട്. പരീക്ഷ എഴുതാതെ പാസ്സാകാനും ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ച് ഡോക്ടറേറ്റ് എടുക്കാനും അതുപയോഗിച്ച് പിൻവാതിൽ വഴി ജോലി നേടാനും കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇവിടെ കുട്ടികൾ ഇങ്ങനെ ചുടുചോറ് വാരികളാകുന്നതിൽ കുറ്റം പറയേണ്ടത് ഇത്തരം ക്രിമിനലുകൾക്ക് വളരാനുള്ള മണ്ണൊരുക്കുന്ന അവരുടെ രാഷ്ട്രീയ ഗുരുക്കന്മാരെയും അവരുടെ പാർട്ടിയെയുമാണ്. ക്യാമ്പസുകൾ SFI കലാപ കേന്ദ്രങ്ങളായി മാറിയ പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ തെരഞ്ഞെടുക്കാൻ രണ്ട് വഴികളേ ഉള്ളൂ എന്ന് ജോയ് മാത്യു പറയുന്നു. ഒന്നുകിൽ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് നാടുവിടുക, അല്ലെങ്കിൽ SFI അക്രമി സംഘത്തിന്റെ അടിമകളാവുക. അധികാരത്തിലെ സുഖശീതളിമയിൽ രമിക്കുകയും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തങ്ങളുടെ മുൻഗാമികളെ കാണുമ്പോൾ SFIയിലെ ആർക്കാണ് വായിൽ വെള്ളമൂറാത്തത്? ഇവർക്ക് എന്നാണ് നേരം വെളുക്കുക? ലോകം മാറുന്നതും കാലം മാറുന്നതും അറിയുന്നില്ലേ എന്ന് CPM എന്ന പാർട്ടിയുടെയും അവർക്ക് വേണ്ടി ചുടുചോറ് മാന്തുന്ന SFI കുട്ടിക്കുരങ്ങന്മാരെയും പരാമർശിച്ച് ജോയ് മാത്യു പറയുന്നു. ഒരർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഭയന്നോടുകയാണ് എന്ന് പറയേണ്ടി വരും. കഷ്ടപ്പെട്ട് ഇവിടെ പഠിക്കാൻ തീരുമാനിച്ച സിദ്ധാർത്ഥിന്റെ വിധി ഏത് വിദ്യാർത്ഥിയാണ് ആഗ്രഹിക്കുക എന്നും ഒരു മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ ജോയ് മാത്യു ചോദിക്കുന്നു.